എടുത്തെടുത്ത് പറയുന്നുണ്ട്. സംസ്മൃത്യ സംസ്മൃത്യ, വീണ്ടും 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 സ്മരിച്ച് സ്മരിച്ച് ഭഗവാനെ സ്മരിച്ച് സ്മരിച്ച് എന്ത് തോന്നുന്നു, പുളകിതനാവുകയാണ് അദ്ദേഹം. അത്രയ്ക്ക് ആ ഒരു രോമാഞ്ചം ഉണ്ടാവുകയാണ് ഇവിടെ സഞ്ജയന്. അപ്പോ സഞ്ജയന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? അത്രയ്ക്ക് യോഗ്യത അദ്ദേഹത്തിന് എന്താണ്? ഭഗവാനെ കാണാൻ, ഭഗവാന്റെ ആ ഒരു വിശ്വരൂപം ദർശിക്കാൻ കഴിഞ്ഞു. ഭഗവാന്റെ അധരകമലങ്ങളിൽ നിന്ന് ഇത്രയും മനോഹരമായിട്ടുള്ള വാക്കുകൾ, ഉപദേശം, എങ്ങനെയെല്ലാമാണ് ഈ ജീവിതം അന്വർത്ഥമാക്കേണ്ടത് എന്ന് കേൾക്കാനായിട്ട് കഴിഞ്ഞു, ശ്രവിക്കാൻ കഴിഞ്ഞു. ഇത്രയ്ക്കും ക്വാളിഫിക്കേഷൻ എന്താണ് തനിക്ക് ലഭിച്ചത്? ഭഗവാന്റെ അഹൈതുകമായിട്ടുള്ളൊരു കരുണയാണ് തനിക്ക് ലഭിച്ചിരിക്കുന്നത്. അതിന് താൻ ക്വാളിഫൈഡ് ആയി. എത്രയോ പേര് ഹസ്തിനാപുരത്തുണ്ടായിരുന്നു, ആർക്കുമേ ലഭിച്ചില്ല. ഇവൻ ധൃതരാഷ്ട്രർ പോലും അന്ധനായിട്ടിരിക്കുന്നു, അതിനേക്കാൾ ഒക്കെയും ക്വാളിഫൈഡ് ആയിട്ട് തനിക്ക് ഇത്രയും ആ ഒരു സൗഭാഗ്യം ലഭിച്ചിരിക്കുന്നു. അത് ഓർത്തിട്ട് സ്മരിച്ചിട്ട് സ്മരിച്ചിട്ട് അദ്ദേഹത്തിന് അതിന്റെ ആ ഒരു ഭാഗ്യം ഇത്രയും ഉണ്ടായത് ഓർത്ത് അദ്ദേഹം പുളകിതനാവുകയാണ്, രോമാഞ്ചം കൊള്ളുകയാണ്, ഹർഷിതനാവുകയാണ്. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് വ്യാസപ്രസാദാത് പറഞ്ഞു അല്ലെ. വ്യാസപ്രസാദാത്, വ്യാസന്റെ പ്രസാദം കൊണ്ട്, തന്റെ ഗുരുവിന്റെ പ്രസാദം കൊണ്ടാണ് തനിക്ക് ഈ ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് എന്നിവിടെ സഞ്ജയൻ ഓർക്കുകയാണ്. ആ രൂപം ഓർക്കും തോറും അദ്ദേഹത്തിന് വിസ്മയം വർദ്ധിക്കാനുള്ള കാരണം ലഭിച്ചതും ഗുരുവിന്റെ കരുണയാലാണ് എന്നാണ്. അപ്പൊ നമുക്ക് അത്രത്തോളം ക്വാളിഫൈഡ് അല്ലെങ്കിൽ പോലും ആ ഒരു കരുണയ്ക്ക് ഏറ്റവും അധികം വർധനവ് ഉണ്ടാക്കി തരുന്നത് ആരാണ്? ഗുരുവാണ്. യോഗ്യതാനാഹി എന്നുള്ളൊരു ഒരു ഇത് നമുക്ക് ഒരു കീർത്തനമുണ്ട്. എനിക്ക് യാതൊരു യോഗ്യതയും ഇല്ല, ഗുരുദേവ് കരുണാകരോ. ആ ഒരു പാട്ട് നമ്മൾ നോക്കുമ്പോൾ, കീർത്തനം നമ്മൾ നോക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട്, കിച്ചുനാഹി, ഒരു യോഗ്യതയും എനിക്കില്ല, പക്ഷെ ഗുരുദേവൻ തന്നിരിക്കുന്ന ആ ഒരു മേഴ്സി എനിക്ക് അത്രയ്ക്ക് അധികമാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഹേ മഹാരാജാവേ, രാജൻ എന്ന് അഭിസംബോധന ചെയ്യാണ് ധൃതരാഷ്ട്രരെ. രാജാവേ, ഇനിയിപ്പോ ആ രാജ്യസ്ഥാനമൊക്കെ പോകാൻ പോവാണ് അല്ലെ. കാരണം യുദ്ധത്തിൽ ആരാ വിജയിക്കുക? പാണ്ഡവരാണ് വിജയിക്കാൻ പോകുന്നത്. ധൃതരാഷ്ട്രയുടെ ആ സ്ഥാനം നശിക്കാൻ പോവുകയാണ്. ഇനി രാജാവേ എന്ന് ഇനി അധികം വിളിക്കേണ്ടി വരില്ല. അപ്പൊ അവസാനത്തെ വിളിക്കുകയാണ്, ഹേ രാജൻ, രാജാവേ, സംസ്കൃത്യ സംവാദം, എനിക്ക് ഈ ഒരു സംവാദമൊക്കെ ശ്രവിച്ചിട്ട് അധികമായിട്ട് ഞാനിങ്ങനെ കേശവന്റെയും അർജുനന്റെയും, ഭഗവാന്റെയും അർജുനന്റെയും ആ ഒരു സംവാദം കേട്ട് ഞാൻ ആകെ പുളകിത ഗാത്രനായിട്ട് ഇരിക്കുകയാണ് എന്ന് സഞ്ജയൻ ഇവിടെ പറയാണ്. ഇനിയാണ് ആദ്യത്തെ ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചു. ധൃതരാഷ്ട്ര ഉവാച്ച, ഒരേ ഒരു സംശയം ധൃതരാഷ്ട്ര ചോദിച്ചിരുന്നു അല്ലെ. എന്താണ് എന്റെ മക്കളും പാണ്ഡുവിന്റെ മക്കളും ചെയ്യുന്നത്? യുദ്ധക്കളത്തില് എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ ചോദിച്ചിരുന്നു. അതിന്റെ ആൻസർ ഇതുവരെയും ആയിട്ടില്ല അല്ലെ. അതിനുള്ള ഇൻട്രോഡക്ഷൻസ് പറയുന്നതേ ഉള്ളൂ, ഓരോന്നോരോന്നോരോന്നായിട്ട്. ഇനി അവസാനത്തെ ശ്ലോകത്തിലാണ് പറയുന്നത് ആരാണ് വിജയിക്കുക എന്നുള്ള ഒരു ആങ്ഷ്യസ് ആയിട്ട്, വളരെ ഉത്കണ്ഠിതനായിട്ട് ചോദിച്ച ചോദ്യമാണ്. ആ ഉത്കണ്ഠയൊക്കെ അവിടെ നിർത്തിക്കൊണ്ടുള്ള ആൻസർ കറക്റ്റ് ആയിട്ട് ഇനി വരുന്നതേ ഉള്ളൂ. 78ാമത്തെ ശ്ലോകത്തിൽ വരുന്നതേ ഉള്ളൂ അല്ലെ. എപ്പോഴായാലും ഭഗവാന്റെ നാമം ഉരുവിടുന്നതോടൊപ്പം ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കും. അതുപോലെ ഭഗവാന്റെ നാമം ഉരുവിടുന്നതോടൊപ്പം തന്നെ ഭഗവാന്റെ പ്രതിനിധിയെ നമ്മുടെ അടുത്തേക്ക് അയക്കും. അപ്പോൾ നമുക്ക് ഗുരുവായിട്ട് ആ ഒരു വ്യക്തിയെ നമുക്ക് സ്വീകരിക്കാനുള്ളൊരു സാഹചര്യം ഒരുങ്ങും. അങ്ങനെ സഞ്ജയനും ആ ഒരു സാഹചര്യം ലഭിച്ചു. അങ്ങനെ വ്യാസനെ ഗുരുവായി ലഭിച്ചു. അപ്പോ ആ ഗുരുവിന്റെ പ്രസാദത്താൽ ഇത്രയും ഒരു അനുഗ്രഹം ലഭിച്ചു. ഈ ഒരു അനുഗ്രഹം എല്ലാ ഭക്തന്മാരും ആ ഒരു സാഹചര്യം മനസ്സിലാക്കാനും അത്രയും അനുഗ്രഹം ലഭിക്കാനും തന്നെ ശ്രമിക്കേണ്ടതാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇത്തരുണത്തില് ഇപ്പോ 16 മാല ജപിക്കുന്നു. അപ്പൊ നാമജപം, ഭഗവാന്റെ നാമവും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അതുപോലെ ഹനുമാൻ സ്വാമിയുടെ ഒരു കഥ പറയുന്നതും അതുപോലാണ്. ഹനുമാൻ സ്വാമി ഒരിക്കല് രാമബാണം ഏൽക്കും. അതിന്റെ പല പല വേർഷൻസ് ഉണ്ടാകാം. പക്ഷെ ഒരിക്കല് ഹനുമാൻ സ്വാമി ഇങ്ങനെ ഒരു സ്മരിച്ചുകൊണ്ട്, ഭഗവാനെ സ്മരിച്ച് ശ്രീരാമസ്വാമിയെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വ്യാസദേവൻ വരും. വ്യാസദേവൻ വരുന്ന സമയത്ത് വ്യാസദേവനെ അത്രത്തോളം തന്നെ ഗൗനിച്ചില്ല എന്നുള്ള ഒരു പരാതി വ്യാസദേവൻ ഉണ്ടാവും. അപ്പൊ വ്യാസദേവൻ ഭഗവാനോട് പറയും, എന്നെ അത്രത്തോളം ഗൗനിച്ചില്ല ഹനുമാൻ സ്വാമി എന്നുള്ളത് പറയുമ്പോഴും പക്ഷെ അദ്ദേഹം ഒരുപാട് നിർബന്ധിക്കും. ശ്രീരാമസ്വാമി ഒരുപാട് നിർബന്ധിക്കും. എന്താണ് അങ്ങേക്ക് ഇത്ര വലിയ വിഷമം എന്നുള്ളത് ചോദിക്കുമ്പോൾ
അദ്ദേഹം പറയും, പറഞ്ഞിട്ട് വലിയ കാര്യമില്ല, കാരണം ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞാലും അത്ര അതിനൊരു ഉപയോഗം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാമെന്ന് കരുതിയിട്ട് വ്യാസദേവൻ പറയും, ഇങ്ങനെയാണ് ഞാൻ വന്നപ്പോൾ എന്നെ മൈൻഡ് ചെയ്തില്ല, എന്നെ ഗവനിച്ചതേ ഇല്ല എന്ന് പറയും. അപ്പോ ഭഗവാൻ പറയും രാമബാണം അയക്കാം എന്ന് പറയും. ഇങ്ങനെ രാമബാണം അയക്കും. രാമബാണം അയക്കുമ്പോൾ ഹനുമാൻ സ്വാമിക്ക് മനസ്സിലാകും ഇനി രക്ഷയില്ല, രാമബാണം വരികയാണ്. താൻ തന്റെ ഭഗവാനെയാണ് സ്മരിച്ചുകൊണ്ടിരുന്നത്, ഭഗവാനെയാണ് ധ്യാനിച്ചത്, ഭഗവാന്റെ നാമമാണ് ധ്യാനിച്ച്, ഇനി എന്താണ് ചെയ്യുക എന്നറിയില്ല. അപ്പോ അഞ്ജനാദേവിയോട് പോയിട്ട് പറയും, അമ്മ ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോ രാമബാണം വരികയാണ്, ഞാനതിന് വശംവദനാകുകയാണ് അല്ലെ, രാമബാണം ഇനി എന്താ എന്നെ ചെയ്യാൻ പോണെന്ന് എനിക്കറിയില്ല. അപ്പൊ യാത്ര പറയുകയാണ് ഹനുമാൻ സ്വാമി. അപ്പൊ അഞ്ജനാദേവി പറയും ഒരു കാര്യം ചെയ്യുക, അപ്പൊ ഭഗവാന്റെ നാമം ഉരുവിട്ടുകൊണ്ടേയിരിക്കാൻ പറയും. അങ്ങനെ ഭഗവാന്റെ നാമം ഉരുവിട്ടുകൊണ്ടേയിരിക്കും. രാമബാണം വന്നിട്ട് അതുപോലെ മടങ്ങിപ്പോകും. കാരണം രാമൻ അയച്ച രാമബാണത്തിന് പോലും ആ ഭക്തന്റെ നാമജപത്തെ മുടക്കിക്കൊണ്ട് തുളച്ചു കയറാനായി കഴിയുന്നുണ്ടായില്ല. അപ്പോ ശ്രീരാമസ്വാമിയെ സ്മരിച്ചു ആ ഒരു കുറ്റത്തിന് എങ്കിൽ പോലും രാമൻ അമ്പെയ്തു എങ്കിൽ പോലും ആ രാമനാമം ജപിക്കുന്ന സമയത്ത് രാമനാമത്തിന് സ്വയം സാക്ഷാത് ഭഗവാനേക്കാൾ ശക്തിയുണ്ട് എന്ന് കാണിച്ചു തരുന്ന ഒരു കഥയാണ് അവിടെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോ നാമജപത്തിലൂടെ നമുക്ക് ഭഗവാനെ ലഭിക്കും. ഭഗവാന്റെ പാർഷദന്മാരായിട്ടുള്ളവരെ നമുക്ക് സംപ്രീതരാക്കാൻ കഴിയും. അങ്ങനെ ഗുരുവിനെ നമുക്ക് ലഭിക്കും. ഗുരുവിലൂടെ നമുക്ക് ഭഗവാനെ 100% നമുക്ക് വിശ്വസിക്കാവുന്ന രീതിയിൽ നമുക്ക് ഭഗവാനെയും ലഭിക്കും. അല്ലാതെ ചിലപ്പോൾ ലഭിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കാം. പക്ഷേ ഭഗവത് നാമം ജപിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മളെ എത്തിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. 2 ശ്ലോകങ്ങളിലും പറയുകയാണ് സംസ്മൃത്യ ഭഗവാനെ സ്മരിച്ചു. ഭഗവാന്റെ സ്മരണം, ഏതൊരു സാഹചര്യത്തിലും ഭഗവാനെ സ്മരിക്കുക, ഭഗവാന്റെ നാമം സ്മരിക്കുക, അതിലൂടെ നമുക്ക് ജീവിത വിജയം ഉണ്ടാകുമെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഹരേ കൃഷ്ണ.